താനും ഇടിക്കലുമായിട്ട് എന്താ ബന്ധം? ഞാനും ആ റാക്കറ്റിലെ ഒരാളായിരുന്നു. ഒരു വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ റാക്കറ്റ് വിട്ടുപോകാൻ അവരെന്നെ അനുവദിച്ചില്ല. കാരണം ബിസിനസിന്റെ പല രഹസ്യങ്ങളും എനിക്കറിയാമായിരുന്നു. രക്ഷപ്പെടാൻ ഞാൻ തീരുമാനിച്ചു. വിവരമറിഞ്ഞ അവർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. സാർ എന്നാ സമയത്ത് ദൈവദൂതനെ പോലെ എത്തിയതുകൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അന്ന് രക്ഷപ്പെട്ടിട്ട് ഇത്രയും ദിവസം താൻ എവിടെയായിരുന്നു? ദൂരെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ രഹസ്യമായി ചികിത്സയും റെസ്റ്റും ഒക്കെയായി കഴിയുകയായിരുന്നു. സാറിനെ കണ്ട് നന്ദി പറയാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. സാറിന്റെ ചേട്ടൻ അവരുടെ ചതിക്കുഴിയിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ ഇവിടെ വന്നത്. സാർ, എങ്ങനെയെങ്കിലും സാറിന്റെ ചേട്ടനെ അവരുടെ റാക്കറ്റിൽ നിന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ചേട്ടനെ തന്നെ സാറിന് നഷ്ടപ്പെടും. എന്താ അമ്മേ? അനന്ത, നന്ദു, ഈ ജന്മം നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നടക്കും. ഞാൻ പറയിക്കുമ്പോടാ നിന്നെ കൊണ്ട്. എന്റെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഞാൻ തെണ്ടേണ്ടി വന്നാലും എന്റെ അനിയനെ ഞാൻ ഒറ്റുകൊടുക്കില്ല. നിനക്കറിയാമോ, അന്ന് ഞാൻ അവനോട് കെഞ്ചി കാല് പിടിച്ചു എന്നെ രക്ഷിക്കാൻ വേണ്ടി. കേട്ടില്ല. അവൻ എത്ര മാറ്റാലും ആ പക മായില്ല. അവനെതിരായി സാക്ഷി പറഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കും. ഇനി ഒന്നും ബാക്കിയില്ല തകരാൻ. എല്ലാം തകർന്നു. എന്റെ അനിയൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അവൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കൂടപ്പുറപ്പിനെ ഇവിടുന്ന് മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. പോടാ. അങ്ങനെ അങ്ങ് പോയാലോ ഡോക്ടറെ? ഈ ചതിയന്റെ വാക്കുകൾ വിശ്വസിച്ച് കൂടപ്പുറപ്പനെ വഞ്ചിച്ചവനാ ഞാൻ. മയക്കുമരുന്ന് തന്ന് എന്നെ ഈ നിലയിലാക്കിയത് ഇവനാ. എല്ലാം പോയടാ കുട്ടാ, എല്ലാം പോയി. നമ്മൾ ആയുധം എടുക്കുന്നതും രക്തം ചിന്തുന്നതും വേദന അകറ്റാനാ. രക്ഷിക്കാനേ നമുക്ക് അവകാശമുള്ളൂ, ശിക്ഷിക്കാനില്ല. പൂമംഗലത്ത് എവിടെയാ മോളെ അനന്തൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ? മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാ മോളെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. രാധിയെ, യാത്ര പോലും പറയാനുള്ള അർഹത എനിക്കില്ല.
കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. ഒക്കെ മറക്കണം. അനന്തനോട് പോകണ്ടെന്ന് രാധയ്ക്കൊന്ന് പറഞ്ഞൂടെ? ഇപ്പം ഞങ്ങൾ പോകുന്നത് അത്ര ദൂരെയൊന്നും അല്ലല്ലോ. അമ്മയും ചേട്ടനും ചേച്ചിയും എപ്പം മനസ്സിൽ ഞങ്ങളെപ്പറ്റി ചിന്തിക്കുന്നോ അപ്പം ഞങ്ങളിങ്ങ് എത്തില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും വരാലോ. എന്നാലും രാധിക പറഞ്ഞത് ശരിയാ. ഒരല്പം അകൽച്ചയുള്ള നല്ലതാ ചേട്ടത്തി. അകന്നു നിന്ന് അനുഭവിക്കുന്ന സ്നേഹത്തിന് എന്നും നിലനിൽപ്പുണ്ടാവും. അതാ ഇന്ന് തന്നെ വാടക വീടിന് താക്കോലം കൊടുത്തേക്ക്. ശരി. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ചേട്ടനവിടെ? കുട്ടിക്കാലത്ത് മാത്രമല്ല, എപ്പോഴും നീ ജയിച്ചു കാണുന്നതാ എന്റെ സന്തോഷം. എന്നും നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന്